അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. നമ്മൾ ഹിദായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അതിന് അല്ലാഹു നമുക്ക് മറുപടി നൽകുന്നുണ്ട്. നമസ്കാരത്തിൽ ഖുശൂ ലഭിക്കാൻ ഏറ്റവും വലിയ മാർഗമെന്നുള്ളത് അത് തന്നെയാണ്. ഞാൻ പറയുന്നതിന് എൻ്റെ റബ്ബ് എനിക്ക് മറുപടി നൽകുന്നു. ആ ഒരു ചിന്തയാണ് ഒരാളെ നമസ്കാരത്തിൽ ഏറ്റവും അധികം ഭക്തിസാന്ദ്രമായി നമസ്കരിക്കാൻ സഹായിക്കുക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ അല്ലാഹു പറയും, ഹാദാ ബൈനി വ ബൈന അബ്ദി വലിഅബ്ദി മാ സഅൽ. ഇത് എനിക്കും എൻ്റെ അബ്ദിനും ഇടയിലുള്ള കരാറാണ്. നമ്മൾ കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലി അബ്ദി മാ സഅൽ, എൻ്റെ അടിമ എന്തു ചോദിക്കുന്നുവോ അത് അവനുണ്ട്. അതിനുശേഷമാണ് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അപ്പം നമുക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യമെന്നുള്ളത് ദുനിയാവല്ല, നമ്മുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങളല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കേണ്ടത് ഹിദായത്താണ്. നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമെന്നുള്ളത് ഹിദായത്താണ്. അപ്പോൾ ഹിദായത്തിലാക്കാനാണ് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്. അസ്സിറാത്തൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഹുവ ത്വരീഖുൽ വാളിഹ്, വ്യക്തമായ വഴി, വളവില്ലാത്ത റുജുവായ മാർഗം. ത്വരീഖ് എന്ന് പറഞ്ഞാൽ വഴി, മാർഗം എന്നൊക്കെയാണ് അർത്ഥം. അൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഇവജില്ലാത്ത, വളവില്ലാത്ത. അപ്പോൾ റുജുവായ നേരായ മാർഗത്തിൽ ഞങ്ങളെ വഴി കാണിക്കണേ. ഫീഹി ഖിറാഅത്താൻ, രണ്ട് രൂപത്തിൽ ഈ ആയത്തിൽ പാരായണമുണ്ട്. അസ്സിറാത്ത്, സ്വാദ് ആയിക്കൊണ്ട് സിറാത്ത് എന്ന രൂപത്തിലും പാരായണമുണ്ട്. ബിസ്സീൻ, സീൻ ആയിക്കൊണ്ട് സിറാത്ത് എന്ന പാരായണവുമുണ്ട്. സീനായിക്കൊണ്ടുമുണ്ട്, സ്വാദായിക്കൊണ്ടും പാരായണമുണ്ട്. ഇത് ഖുർആനിൻ്റെ പാരായണത്തിൻ്റെ വ്യത്യസ്തതകൾ അത് പഠിക്കുമ്പോഴാണ് ഇത് ഖുർആനിൻ്റെ ഒരു അമാനുഷികതയാണ് എന്നതുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അല്ലദി ലൈസ ഫീഹി ഇവജ്, അതിലെന്തില്ല, ഒരു വളവില്ല, തെറ്റിപ്പോകില്ല, നേരായ മാർഗമാണ്, നേരായ വഴിയാണ്. അപ്പം എന്താണ് സിറാത്തുൽ മുസ്തഖീം? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു നമുക്ക് കാണിച്ചു തന്ന മാർഗമാണ്. തൗഹീദാണ്. തൗഹീദാണ് യഥാർത്ഥത്തിലുള്ള വഴി, തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും മാർഗമെന്നുള്ളത്. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അറിയിച്ചു തന്ന മാർഗമാണ്. അതിൽ സഞ്ചരിച്ചാൽ നമുക്ക് സ്വർഗത്തിലെത്താം. എമ്പാടും നരകത്തിലേക്കുള്ള വഴികളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു നീളത്തിൽ ഒരു വര വരച്ചു. അതിൻ്റെ ചുറ്റും കുറുകയായിക്കൊണ്ട് ഒരുപാട് കൊച്ചു കൊച്ചു വരകൾ വരച്ചു. എന്നിട്ട് സ്വഹാബാക്കളെ പഠിപ്പിച്ചു, ഈ ഓരോ വഴികളിലും ഷെയ്ത്താനുണ്ട്, അവൻ നമ്മളെ അതിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കും. ആ കുറുകയുള്ള മറ്റു ഭാഗങ്ങളിലുള്ള പാർശ്വങ്ങളിലുള്ള നരകത്തിലേക്കുള്ള വഴിയിലല്ല നമ്മൾ സഞ്ചരിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മാർഗവും അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നതാണോ എന്ന് നോക്കി ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുക. ഇസ്ലാം ദീനിൻ്റെ പ്രത്യേകത, നമ്മൾ കുറേ ഗവേഷണം ചെയ്ത് കണ്ടെത്തേണ്ട ഒന്നും ദീനിലില്ല. ഇന്ന് പല ആളുകൾ അങ്ങനെയാണ്. പുതിയ സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾ കൊണ്ട് പുതിയ അമലുകൾ ഉണ്ടാക്കുന്നു. ഗവേഷണം ചെയ്തുകൊണ്ട് നല്ലതല്ലേ, പുണ്യമല്ലേ എന്ന് അവർ ഗവേഷണം ചെയ്തുകൊണ്ട് പുതിയ അമലുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു പണി അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മൾ ഗവേഷണം ചെയ്തുകൊണ്ട് പുതിയതായി കണ്ടെത്തേണ്ട ഒരു അമലും ഇനി ഇസ്ലാം ദീനിലില്ല. അല്ലെങ്കിൽ നമ്മളൊരു സ്വപ്നം കണ്ടുകൊണ്ട് പുതിയതായി സ്ഥാപിക്കേണ്ട ഒരു അമലും ഇസ്ലാം ദീനിലില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർത്തീകരിച്ചു. ഇസ്ലാമിൻ്റെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ അറിയിച്ചു തന്നു. ഒരു നന്മയും നമുക്ക് നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഒരു തിന്മയും അറിയിക്കാതെ പ്രവാചകൻ പോയിട്ടില്ല. നരകത്തിലേക്കെത്തുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു. നരകത്തിൽ എത്തിക്കുന്ന ഏതെല്ലാം പുണ്യങ്ങളുണ്ടോ അത് മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അറിയിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇനിയൊരു പുതിയ ഇബാദത്ത് ഉണ്ടാക്കേണ്ടതില്ല. ഇന്ന് പലപ്പോഴും പല അമലുകളുടെയും അടിസ്ഥാനം അങ്ങനെയാണ്.
ഇന്ന ഷേഖിന് നല്ലതായി തോന്നി, ഇന്ന തങ്ങൾ തുടങ്ങി വെച്ചു, ഇന്ന ആൾ സ്വപ്നം കണ്ടു, അതൊന്നും സിറാത്തുൽ മുസ്തഖീമല്ല. അതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന നേരായ പാതയിലുള്ളതല്ല. മറിച്ച് ഇസ്ലാം ദീനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രവാചകന്റെ സീലുണ്ടെങ്കിൽ മാത്രമാണ് ആ കാര്യം അത് നന്മയായി തീരുക എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞില്ലേ, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ദീനിൽ ഒരാൾ ഒരു പുതിയ ആചാരമുണ്ടാക്കുന്നു, യറാഹ ഹസന, അവനതിനെ നല്ലതായി കാണുന്നു. എന്താണ് അതിനുള്ള തെളിവ്? ഖുർആനുണ്ടോ? ഹദീസുണ്ടോ? ഖുർആനില്ല, ഹദീസില്ല. യറാഹ ഹസന, അവൻ നല്ലതായി കാണുന്നു. നബിദിനത്തിന് ഭക്ഷണം കൊടുക്കൽ നല്ലതല്ലേ? പാവങ്ങളെ സഹായിക്കൽ നല്ലതല്ലേ? കുനൂത്തിൽ പ്രാർത്ഥനയല്ലേ? പ്രാർത്ഥന നല്ലതല്ലേ? നിസ്കാരം കഴിഞ്ഞാൽ ഒരു കൂട്ടപ്രാർത്ഥന, അത് വെറും പ്രാർത്ഥിക്കല്ലേ? മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയല്ലേ? നല്ലതല്ലേ? അവന് തോന്നുന്നു നല്ലതല്ലേ എന്ന്. ഫഖദ് സഅമ അന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, അവൻ വാദിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നതാണ്. അങ്ങനെ ഒരാൾ ഇത് നല്ലതല്ലേ എന്ന് പറയുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിസാലത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നതാണ് അവൻ്റെ വാദം. കാരണം സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന മുഴുവൻ നന്മകളും പഠിപ്പിക്കാനാണ് റസൂലുള്ളാഹിയെ പറഞ്ഞയച്ചിട്ടുള്ളത്. പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു നൽകിയില്ലേ? അതേ എന്നവർ പറയുമ്പോൾ അല്ലാഹുമ്മ ഷ്ഹദ്, അള്ളാഹുവേ നീ സാക്ഷിയാണ്, ഞാനിതാ മുഴുവൻ നന്മകളും മുഴുവൻ ദീനായി പഠിപ്പിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും അവർക്ക് പഠിപ്പിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയുന്നു. ചില ആളുകൾ വാദിക്കണം, അല്ല, നബി പഠിപ്പിക്കാത്ത ഇന്നതുകൂടെ നന്മയാണ്, റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത ഇന്ന കാര്യം കൂടെ പുണ്യമാണ്, ഇന്ന സ്വലാത്ത് കൂടെ നല്ലതാണ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിക ശരീഅത്ത് പൂർണ്ണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്നതാണ് അവർ വാദിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇനി ഗവേഷണം ചെയ്ത് പുതിയതായി ഒന്നും ഉണ്ടാക്കേണ്ടതില്ല. നമ്മൾ പുതിയതായി വല്ല അമലും ഗവേഷണം ചെയ്തുകൊണ്ട് ദീനാക്കി കൊണ്ടുവരേണ്ടതില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിൽ എന്താണോ അതിൽ കീഴൊതുങ്ങുക, അതാണ് സിറാത്തുൽ മുസ്തഖീം. പഠിപ്പിച്ചിടത്ത് നിൽക്കുക. എല്ലാം അവിടെ നമ്മുടെ ബുദ്ധി നിന്നു, നമ്മുടെ ഹവ, നമ്മുടെ ദേഹേച്ഛ നിന്നു, നമ്മുടെ മറ്റു ചിന്തകൾ, നമ്മുടെ ഭൗതികമായ താല്പര്യങ്ങളെല്ലാം നിന്നു. അവിടെ നമ്മൾ കീഴൊതുങ്ങുന്നു. ഹജ്ജിൻ്റെ സമയമാണല്ലോ, ആളുകൾ ഹജ്ജ് ചെയ്യുന്നു. എന്താണ് ഹജ്ജിലുള്ളത്? കീഴൊതുങ്ങലാണ്. എന്തെങ്കിലും ഭൗതികമായ മറ്റു കാര്യങ്ങൾ ഹജ്ജിലുണ്ടോ? ഇല്ല. ഹജ്ജ് പൂർണ്ണമായ കീഴൊതുങ്ങലാണ്. ആ ഓട്ടം അതിലെന്തെങ്കിലും യുക്തിയുണ്ടോ? സഫ മർവക്കിടയിൽ ഓടുന്നു, എന്തെങ്കിലും യുക്തിയുണ്ടോ? പുരുഷന്മാർ 2 തുണി മാത്രം ധരിക്കുന്നു, എന്തെങ്കിലും യുക്തിയുണ്ടോ? ഹജറുൽ അസ്വദ് ചുംബിക്കുന്നു, ചുംബിക്കാൻ സാധിക്കുന്നവർ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. എന്ത് യുക്തിയാണ് അതിലുള്ളത്? അതിലൊന്നും ഒരു യുക്തിയുമില്ല. ഇസ്ലാം അങ്ങനെ യുക്തിയിലൂടെ കണ്ടെത്തിയ കുറേ അമലുകളല്ല ഉള്ളത്. നേരെ മറിച്ച് പൂർണ്ണമായ കീഴൊതുങ്ങലാണ് ഇസ്ലാം. ഇസ്തിസ്ലാം. എൻ്റെ ബുദ്ധിയേക്കാൾ മികച്ചതാണ്, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്, ഈ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ ദീനിലാണ് ഞാൻ നിലകൊള്ളുന്നത്, ആ സൃഷ്ടാവിൻ്റെ കൽപ്പനകൾക്ക് മുന്നിൽ ഞാൻ എൻ്റെ ബുദ്ധി കീഴൊതുക്കുന്നു എന്ന പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിദായത്തിലെത്താനുള്ള പ്രാർത്ഥനയും അതിൻ്റെ സബബുകൾ സ്വീകരിക്കുകയും വേണം. സബബ് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കലാണ്. പഠനം നടക്കണം. ദീനീ പഠനം ഗൗരവത്തിൽ കാണണം. അത് സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ചെയ്യേണ്ട ഒരു പണിയല്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ നന്നായി ഇത്തരം പഠന സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.